ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹെഡ് ലോക്കർ. ബോഡി ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്. നമ്മളിൽ പലരുടെയും ധാരണ ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒന്നാണ്, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവുമില്ല എന്നാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ബോഡി ഫാറ്റ് കൊണ്ട് നമുക്ക് ചില ഉപകാരങ്ങളൊക്കെയുണ്ട്. എന്താണ് ബോഡി ഫാറ്റ് എന്നും എന്തിനാണ് നമ്മുടെ ശരീരം അത് സൂക്ഷിച്ചു വെക്കുന്നതെന്നും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അമിതമായി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതെന്നും നമുക്കിന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായതിൽ കൂടുതൽ ഊർജ്ജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം നാം കഴിക്കുമ്പോൾ ആവശ്യമായ എനർജി എടുത്തതിന് ശേഷം ബാക്കി വരുന്ന കാലോറീസിനെ അല്ലെങ്കിൽ ഊർജ്ജത്തിനെ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ, പട്ടിണി എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ, അന്ന് ഈ ബോഡി ഫാറ്റിൽ നിന്നും ഊർജ്ജം എടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർക്ക് യുദ്ധകാലത്തും ക്ഷാമകാലത്തും മാസങ്ങളോളം അവർക്ക് ചിലപ്പോൾ ഭക്ഷണം ലഭിച്ചിരുന്നില്ല. ആ കാലത്ത് അവരുടെ ശരീരത്തിലെ ഫാറ്റിൽ നിന്നും ഊർജ്ജം എടുത്തിട്ടാണ് അവരുടെ ശരീരം പ്രവർത്തിച്ചിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലാകട്ടെ നമുക്ക് സുലഭമായി ഭക്ഷണം ലഭിക്കുന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി, ഒരു കച്ചവട വസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാശ് കൊടുത്താൽ നമുക്ക് രുചികരമായ എന്ത് ഭക്ഷണവും കിട്ടും. അങ്ങനെ ഒത്തിരി രുചികരമായതും കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം ഒരുപാട് കഴിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മൾ തുടർച്ചയായി അമിതമായ ഊർജ്ജം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അമിത ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ കൂടുതലായി സ്റ്റോറേജിന് കാരണമാക്കുന്നു. ശരിയായ അളവിലുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. തണുപ്പിൽ നിന്നുള്ളൊരു പ്രതിരോധമായും, അതായത് തണുപ്പിനെ ചെറുത് നിർക്കുക. ചില ആൾക്കാരില്ലേ, അവർക്ക് ഈ കോൾഡ് ക്ലൈമറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, തണുത്ത സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. നല്ല കൊഴുപ്പ് നമ്മെ തണുപ്പിനെതിരെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സഹായിക്കുന്നു. മാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങൾ, അവയ്ക്ക് ചുറ്റും ഒരു സംരക്ഷിത കവചമായും ഈ കൊഴുപ്പ് നിലകൊള്ളുന്നു. പക്ഷേ അമിതമായ കൊഴുപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ അടിഞ്ഞു കൂടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പിനെ, അതിൻ്റെ ആകാര ഭംഗിയെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് പലരെയും അത് മാനസികമായി സംഘർഷത്തിലാക്കാറുണ്ട്. മാത്രമല്ല അമിതവണ്ണം അല്ലെങ്കിൽ അമിതമായി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ലക്ഷണമായും കണക്കാക്കുന്നു. ഈ ഫാറ്റിൽ നിന്നുള്ള എനർജി ആയാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള എനർജി ആയാലും ഒരുപോലെ എടുത്ത് ഉപയോഗിക്കാൻ നമ്മുടെ ശരീരം കാര്യക്ഷമമാണ്. പക്ഷേ ദീർഘനാളായിട്ട് കൂടുതലായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജം എടുത്തുകൊണ്ട് മാത്രം പ്രവർത്തിച്ചു വരുന്നത് കൊണ്ട് ഈ ഫാറ്റിൽ നിന്നുള്ള ഊർജ്ജം എടുത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ ശരീരം ഏറെക്കുറെ മറന്നുപോയ അവസ്ഥയാണ്. പലർക്കും ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജം തീർന്നതിന് ശേഷം ഇപ്പോൾ വിശപ്പും ക്ഷീണം അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാര്യക്ഷമമായി അവരുടെ ശരീരം ഫാറ്റിൽ നിന്നും അല്ലെങ്കിൽ കൊഴുപ്പിൽ നിന്നുമുള്ള ഊർജ്ജം എടുത്ത് പ്രവർത്തിക്കുന്നില്ല. അമിതമായി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള കാരണങ്ങളെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത്. നമ്മളിൽ പലരും കരുതുന്ന പോലെ ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ല, പ്രധാനമായും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ഷുഗർ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ എനർജി തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചയുടനെ ആ എനർജി നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അത് വർക്കൗട്ട് ചെയ്തിട്ടോ എന്തെങ്കിലും വ്യായാമം ചെയ്തിട്ടോ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കൂടുതലായി വരുന്ന എനർജി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല കൊഴുപ്പ് നമുക്ക് ആവശ്യമാണ്. ഈ ട്രാൻസ് ഫാറ്റ് പോലെയുള്ള മോശമായിട്ടുള്ള ഫാറ്റുകൾ മാത്രമേ ശരീരത്തിന് ദോഷകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും ദോഷകരമായി നമ്മളെ ബാധിക്കുന്നത് കൊഴുപ്പും പഞ്ചസാരയും ഒരുമിച്ച് കൂടി കലർത്തിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. കേക്ക്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, പിന്നെ ഹൽവ, അങ്ങനത്തെ സ്വീറ്റ്സ്. എന്തുകൊണ്ടാണ് അത് ശരീരത്തിന് ദോഷകരം അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. രണ്ടാമത്തൊരു കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. എൻ്റെ വീഡിയോസ് കാണാറുള്ള ആൾക്കാർക്ക് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് അറിയാമായിരിക്കും. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഹൈ ആയിട്ട് നിൽക്കും. അങ്ങനെ ഇൻസുലിൻ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ബോഡി ഫാറ്റിൽ നിന്നുള്ള എനർജി എടുത്ത് പ്രവർത്തിക്കത്തില്ല. ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് കോർട്ടിസോളും, അതായത് ഹോർമോണായ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതിന് കാരണമാക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് സ്ട്രെസ് കാരണം കൂടിയാണ്. ഇനി അടുത്തൊരു കാരണം നമ്മുടെ മെറ്റബോളിസം ലോ ആവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ആണ് മെറ്റബോളിസം കൊണ്ട് കണക്കാക്കുന്നത്.
ഇത് കാലക്രമേണ കുറഞ്ഞു വരാം. അതായത് നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ മസിൽ ടിഷ്യൂസ് കുറയും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഊർജം ഉപയോഗിക്കുന്ന ടിഷ്യൂസ് കുറഞ്ഞു വരുന്നത് കൊണ്ട് നമ്മുടെ എനർജി നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് കുറയ്ക്കും. തൈറോയിഡ് കണ്ടീഷനുള്ള ആൾക്കാർക്ക്, ലോ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ് പോലെയുള്ള കണ്ടീഷനുള്ള ആൾക്കാർക്ക് ശരീരത്തിൻ്റെ മെറ്റബോളിസം വളരെ കുറവായിരിക്കും. നമ്മുടെ മെറ്റബോളിസം ലോ ആക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ് വ്യായാമത്തിൻ്റെ കുറവ്, ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ ശരിയായ ന്യൂട്രിയൻസ് കൊടുക്കാതെയുള്ള ഡയറ്റ്സ്. ഈ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെലിയാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ കലക്കി കുടിക്കുന്ന ആൾക്കാരില്ലേ, അവർ ചിലപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മെറ്റബോളിസം ലോ ആവാം. അതിനുശേഷം ഈ പൊടിയൊക്കെ നിർത്തിയതിന് ശേഷം അവർക്ക് പിന്നെ എന്തെങ്കിലും കഴിച്ചു തുടങ്ങുന്ന സമയത്ത് പഴയതിനേക്കാളും സ്പീഡിൽ വെയിറ്റ് കൂടുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരം അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫാറ്റിനെ എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നില്ല, അതിനൊരു തുടക്കം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫാറ്റിൽ നിന്ന് തന്നെ എനർജി എടുത്ത് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ കാര്യക്ഷമമാക്കുന്ന ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അല്ലെങ്കിൽ ദീർഘനാളത്തേക്കുള്ള ഫാസ്റ്റിങ്ങും ഒക്കെ ഇതിന് നമ്മളെ സഹായിക്കുന്നു. ഇതിനെ പറ്റിയിട്ടുള്ളതൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലോ കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫാറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കുറഞ്ഞു വരിക. അതിന് കൃത്യമായ ഡയറ്റും വ്യായാമവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആവശ്യമാണ്.